നമ്മൾ ലാലേട്ടനും മമ്മൂട്ടിനും കാണാൻ പോവാണ് കുറ്റാനശ്ശേരി ഷാപ്പിക്ക്. നമ്മൾ ഷാപ്പിൽ പോവാന്ന് പറഞ്ഞപ്പോൾ പണിയും ക്ലാസ്സൊക്കെ ഒഴിവാക്കി നമ്മളപ്പം കൂടിയതാണ് ഈ ടീം. അങ്ങനെ കാറിൽ കയറിയ പിന്നെ നമുക്ക് ആരെങ്കിലൊക്കെ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ സമയം പോകില്ല. അങ്ങനെ നമ്മൾ കുറ്റാനശ്ശേരി ഷാപ്പിലെത്തി. ഇവിടുത്തെ പെയിന്റിംഗ് വർക്ക് ഉണ്ടാണല്ലോ, ഇത് അങ്കണവാടിയാണോ ഷാപ്പാണോ നമ്മൾ ഒന്ന് സംശയിക്കും. അമ്മാതിരി വർക്ക്. പിന്നെ ഈ ബോർഡ് ഉണ്ടപ്പോഴാണ് നമുക്കൊരു സമാധാനമായത്. കള്ളുടിക്കണതിന് മുന്നേ സൂസ് കഴിക്കണമെന്നാണ് കാരണന്മാർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മാമുക്കാനെയും കണ്ടു, ലാലേട്ടനെയും കണ്ടു. ഇനിയാണ് നമ്മളെ പരിപാടി തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ നമ്മളൊരു 6 ലിറ്റർ കള്ള് തണുപ്പിക്കാൻ വെക്കാൻ പറഞ്ഞിട്ട് നമ്മളെ പരിപാടി അങ്ങ് തുടങ്ങി. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത കപ്പ, വെള്ളപ്പം, കൂന്തൽ, ചെമ്മീൻ, നാടൻ കോഴി, താറാവ് ഇത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് തണുപ്പിക്കാൻ വെച്ചെന്ന് 2 ലിറ്റർ എടുത്തു. ഇല്ല തണുപ്പ് മതിയായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡ് ഒന്നും പറയാലോ കേട്ടോ, നല്ല അടിപൊളി ഫുഡ്. കൂന്തലാണെങ്കിലും ചെമ്മീനാണെങ്കിലും നാടൻ കോഴി ഉണ്ട് പെപ്പർ ഇട്ട് വരട്ടിയത്, അതൊന്ന് കഴിക്കന്നെ വേണം. പിന്നെ നമ്മൾ 6-ലേത് 8ആയി, 8-ലേത് 10ആയി, 10-ലെ 12ആയി. അപ്പോഴാണ് നമ്മളെ തങ്കച്ചേട്ടനെ കണ്ടത്. തങ്കച്ചേട്ടൻ പുറത്ത് ലോക്കലാട്ടോ, ആളാണെങ്കിൽ കിടു പോട്ടെ. അതുകൊണ്ട് തന്നെ നമുക്ക് വൈബിനൊരു കുറവുണ്ടായില്ല അവിടെ. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ ഈ പെയിന്റിങ്ങിന്റെ ആളെ കിട്ടിയത്. നമുക്ക് ഈ പെയിന്റിങ് വരച്ചത് നമ്മളെ ശരത്തേട്ടനാട്ടോ. അപ്പോൾ ആളെ നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ടു. ഈ ഇരിക്കുന്ന ആളാണ് ശരത്തേട്ടന്. അങ്ങനെ സലാഡും കഴിച്ചിട്ട് നമ്മളെ പരിപാടി അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എടുത്ത് പറയല്ലോ ഇവിടുത്തെ ആംബിയൻസ് ആണ്. പുറത്തിരുന്ന് കഴിക്കേണ്ടവർക്ക് പുറത്തിരുന്ന് കഴിക്കുക, അകത്തിരുന്ന് കഴിക്കേണ്ടവർക്ക് അകത്തിരുന്നും കഴിക്കുക. ഓടിട്ട് വീടായതുകൊണ്ട് തന്നെ ചൂടും കാര്യങ്ങളൊന്നുമില്ല. ഇനി അടുത്ത പരിപാടി വരുന്നത് ഈ മച്ചും പുറത്താണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് പാത്രക്കടവിലേക്കാണ്. അവിടെ പോയി ഒരു കുളിമുടി പാസ്സാക്കിയപ്പോൾ ഉണ്ടല്ലോ, സംഭവം ഫുള്ള് സെറ്റ്. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം.